ഹലോ ഹലോ, എന്തെടുക്കുക ഏട്ടാ? ഇന്ന് 1 മണിക്ക് ഷോപ്പിങ്ങിന് പോണ കാര്യം മറക്കണ്ടാട്ടോ. കൊള്ളാം കൊള്ളാം, ഞാനത് മറക്കുമോടി. നീ വരുമ്പോഴേക്ക് ഒരു കറി കൂടി ഉണ്ടാക്കി വെക്കാം. ബുദ്ധിമുട്ടാവോ ഏട്ടാ? ഓ സാരമില്ല, എന്ന് നീ അല്ലേ ഉണ്ടാക്കുന്നത്. ആട്ടെ, എന്താ കറി? എന്റെ വക ഒരു പരീക്ഷണം ആയിക്കോട്ടെ. ഇന്നത്തെ കറിയാണ് ചിക്കൻ സുനാമി. അത് കൊള്ളാം. കഴിച്ചു കഴിയുമ്പോഴായിരിക്കും സുനാമി. ശരി, എന്നാ വരുമ്പോ കാണാം. ബൈ. ഓക്കെ, ബൈ. ഹലോ സണിച്ചായ, എന്തൊക്കെയുണ്ടാ വിനുമോനെ വിശേഷങ്ങള്? നിനക്ക് ജോലിയൊക്കെ കിട്ടിയെന്ന് കേട്ടല്ലാടാവേ. എന്ത് ജോലി ആടാവേ? അച്ഛാ, അത് പണ്ട് നമ്മുടെ കർത്താവ് ചെയ്ത പണിയാ. വിശക്കുന്നവൻ അപ്പം കൊടുക്കുന്ന പണിയാ. അധികം വിശദീകരിക്കണ്ട മോനെ, പിസ ഡെലിവറി ആണെന്ന് പറഞ്ഞാ പോരെ. അച്ചായനോടൊക്കെ ഇങ്ങനെ പറഞ്ഞാലേ പറ്റൂ. ആ എടാവേ, ഞാൻ വിളിച്ചത് മലയാളിക്കട പച്ചക്കറിക്ക് ഓഫർ ഉണ്ടെന്ന് കേട്ടു. താൻ പോകുന്നുണ്ടോ? നല്ല പാർട്ടിയാ. ഓഫർ ഉണ്ടെങ്കിൽ അല്ലേ നിങ്ങളെല്ലാം പോകത്തുള്ളൂ. അതെ, കഴിഞ്ഞ ദിവസമേ ഞാൻ കുറച്ച് പച്ചക്കറി വാങ്ങിയിരുന്നു. എന്റെ വിനുമോനെ, എനിക്ക് പുള്ളിക്കാരെ പള്ളിയിൽ നിന്ന് കൊണ്ടുവരണം കേട്ടോ. താൻ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഉള്ളിയും മുളകും കുറച്ച് സാമ്പാർ കഷ്ണവും 3 തേങ്ങായും വാങ്ങിക്കോ. അവന്റെ ഒരു തേങ്ങ. എന്താ തേങ്ങായി തേങ്ങ തേങ്ങ. പക്ഷെ അച്ചായ, എനിക്ക് പുള്ളിക്കാരിയെ കൊണ്ട് ഷോപ്പിങ്ങിന് പോകാനുള്ളതാ. ഒരു ഉപകാരം ചെയ്യടാവേ. ഇപ്പോഴേ തനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. വാങ്ങിച്ചു കഴിഞ്ഞ് എന്നെ ഒരു മിസ് കോൾ അങ്ങ് അടിച്ചാൽ ഞാൻ വീട്ടിൽ വന്ന് വാങ്ങിച്ചോളൂ. ഓക്കെ അച്ഛേ, ഞാനൊരു ചിക്കൻ സിനാമി വെച്ചിട്ടേ ദേ ഞാനങ്ങ് ഇറങ്ങി. ഹലോ. അച്ചായനിപ്പോ എവിടെയാ? ഞാൻ പച്ചക്കറി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. സോറി കേട്ടോ വിനുമോനെ, ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ കേട്ടോ. തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിലേ ഈ ഷോപ്പിംഗ് സെന്റർ വരെ ഒന്ന് കൊണ്ടുവന്ന് തരാമോ പ്ലീസ്ഡാ? ഓക്കെ ഓക്കെ, എന്നാ ഞാനിപ്പോ അങ്ങ് വരാം. അവന്റെയൊക്കെ ഒരു കാര്യം. ഹലോ ചേട്ടാ, ഞാൻ വരിക കേട്ടോ. ചിക്കൻ സുനാമി ഉണ്ടാക്കിയോ? നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് 1 മണിയാവുമ്പോഴേക്കും ഷോപ്പിങ്ങിന് പോണേ. എടി, നമ്മുടെ സണ്ണിച്ചായനില്ലേ, പുള്ളിക്കാരനെ കുറച്ച് പച്ചക്കറി വേണമെന്ന് പറഞ്ഞിരുന്നു.
ഞാനിപ്പോൾ പച്ചക്കറി വാങ്ങിയിട്ട് അങ്ങേരെയും തപ്പി നടക്കുകയാ. അങ്ങനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഞാൻ എങ്ങനെയെങ്കിലും 1 മണിയാവുമ്പോൾ എത്തിക്കോളാം. താമസിക്കാതെ എത്തണേ. ആ ഓക്കെ ബൈ. ഞാനേ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. The mobile customer you are calling is not accessible at the moment or may have their mobile powered off. ദൈവമേ, ഷോപ്പിങ്ങിന് പോണമല്ലോ. സണ്ണിച്ചാനും കടലിന് ഇവിടെ ആയല്ലോ. തിരിച്ചു പോയേക്കാം. The mobile customer you are calling is not accessible at the moment. അങ്ങേരുടെ ഒരു മിസ് കോളും. അച്ചായാ, അച്ചായൻ ഇത് എവിടെയാ? എന്റെ പൊന്നു വിനുമോനെ, സോറി കേട്ടോടാ. പുള്ളിക്കാരി പെട്ടെന്ന് വിളിച്ചപ്പോഴേ പള്ളിയിലേക്ക് പോരേണ്ടി വന്നു. പള്ളിയിലോട്ട് കയറിയപ്പോ ഞാൻ എന്റെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തു. തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിലേ ഇങ്ങോട്ട് ഒന്ന് കൊണ്ടുപോടാ മോനെ, പ്ലീസ്. ഓക്കെ, അച്ചായൻ ഇനി എങ്ങും പോകരുത് കേട്ടോ. എനിക്ക് പുള്ളിക്കാരിയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകാനുള്ളതാണേ. ചേട്ടനിപ്പോ എവിടെയാ? 1 മണിക്ക് ഷോപ്പിങ്ങിന് പോണോന്ന് പറഞ്ഞതല്ലേ? എടി, അത് പിന്നെ അച്ചായനെ ഇതുവരെ കണ്ടില്ല. ഒരു ഉപകാരം ചെയ്തത് പാരയായെന്ന് പറഞ്ഞാ മതിയല്ലോ. മനുഷ്യനെ വെറുതെ പറഞ്ഞു പറ്റിച്ചു. എടി, ഞാനിതൊന്ന് തലയിൽ നിന്ന് ഒഴിവാക്കിക്കോട്ടെ. ഞാൻ തിരിച്ചങ്ങോട്ട് വിളിക്കാം. എന്താ വിനുമോനെ ഇത്? സാധനം വാങ്ങുമ്പോ നോക്കി വാങ്ങണ്ടായോ? ഇത് മുഴുവൻ ചീഞ്ഞതാണല്ലോ ഇത്. ഓ, സാരമില്ല. അതിലുണ്ടേ. ഓ ശരി ശരി. നമ്മൾ നാളെ ഹോസ്റ്റലിലേക്ക് എങ്ങും പോകുന്നില്ല കേട്ടോ. ചീഞ്ഞ പച്ചക്കറി മേടിച്ചിട്ട് പിന്നെ ബില്ലും കൂടെ. ഒരു താങ്ക്സ് പോലും പറയാതെ പുള്ളി പോകുന്ന പോക്ക് കണ്ടില്ലേ? കണ്ടില്ലേ? ഇതാണ് പാരോപകാരം. ഹലോ സണ്ണിച്ചായ. ഹലോ. എടാ മോനെ, എടാ നമ്മുടെ ലിഡില്ലേ വെയർ ഹൗസ് ക്ലിയറൻസ് ഉണ്ടെന്ന് പറയുന്ന കേട്ടല്ലോടാ. നീ പോകുന്നുണ്ടോടാ? അച്ഛാ, അത് പിന്നെ ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യണ്ടേ? അതൊന്നും സാരമില്ലടാ കുട്ടാ. നീ പോകുമ്പോഴേ എനിക്കൊരു മൈക്രോവേവ് ഓവനും ഒരു തയ്യൽ മെഷീനും കൂടെ അങ്ങ് വാങ്ങിച്ചു. നിനക്ക് പെട്രോൾ അടിക്കാനുള്ള കാശൊക്കെ നമ്മൾ തരാടാവേ.
അച്ഛേ അത് പണ്ട് ഭർത്താവ് ചെയ്ത പണിയാ.